തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആകാംക്ഷയോടുകൂടി നോക്കുന്നത് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളിലേക്ക് തന്നെയാണ്. ഇന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും പൂരനഗരിയിൽ നിന്നും ടോബി ജോൺസൺ ഉണ്ട്. ടോബി, ഏതെല്ലാം ചടങ്ങുകളാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിന്റേതായി നടക്കുന്നത്? എന്തൊക്കെയാണ് പൂരനഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ വിവരം എന്ന് പറയുന്നത് പൂരലഹരിയിലേക്ക് തൃശൂർ നിവാസികൾ അല്ലെങ്കിൽ പൂരപ്രേമികൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഘടകപൂരങ്ങൾ 7 എത്താനുണ്ട്. അവ ഇനി ഉച്ചയോടുകൂടി തന്നെ ഇവരെല്ലാവരും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. ഇതോടുകൂടി തന്നെ പൂരലഹരിയിൽ ആയിക്കഴിഞ്ഞു എല്ലാവരും. എന്തായാലും ഇപ്പോൾ ഈ പൂരത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി കലാമണ്ഡലം ഗീതാനന്ദൻ നമ്മളോടുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പൂരലഹരി എന്തെന്ന് അടുത്തറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു പൂരലഹരിയിലാണോ ഇപ്പോൾ? പൂരലഹരി ഇങ്ങനെ വരാൻ തുടങ്ങണു. യഥാർത്ഥ ലഹരി ആയിട്ടില്ല, അത് കുറച്ച് സമയം പിടിക്കും. ആദ്യമേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ നേരുകയാണ്. ഞാനിപ്പോൾ ഇത് 35ാമത്തെ വർഷമാണ് ഈ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നത്. 1-2 തവണയാണ് എനിക്കൊരു വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് വരാൻ പറ്റാതെ വന്നിട്ടുള്ളൂ. 35 കൊല്ലമായിട്ട് മുടങ്ങാതെ ഞാനിവിടെ എത്തിപ്പെടുന്നു. ഞാൻ ഇതിന് വിശ്വവിസ്മയം തന്നെ ഞാൻ പറയാൻ പോണത്. ലോകത്തെ ഏറ്റവും വലിയൊരു, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിസ്മയമാണ് തൃശ്ശൂർ പൂരം. അതിന് യാതൊരു തർക്കവുമില്ല. ഏതെല്ലാം ഇവരെല്ലാം കൂടി ചേർന്നാണ് തൃശ്ശൂർ അരച്ച ഏതെല്ലാം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, ഇപ്പോൾ പോലീസ് വകുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വകുപ്പായിക്കോട്ടെ, അത് ആരോഗ്യ വകുപ്പായിക്കോട്ടെ, ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസമായിട്ട് വളരെയധികം മാനസിക ടെൻഷൻ അനുഭവിച്ചിരുന്നു ഞാൻ. കാരണം തൃശ്ശൂർ പൂരം നടക്കുമല്ലേ, ആകെ സംശയമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം മുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ എന്തോ ഒരു അത്യാപത്ത് സംഭവിച്ച പോലെയാണ് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നണം. കാരണം തൃശ്ശൂർ പൂരം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, ഓരോ മലയാളിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പൂരത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് 7 കടലിന് അക്കരെ നിന്ന് പോലും ഇതിൻ്റെ പ്രസക്തി, ഇതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും അറിയാൻ വേണ്ടി എത്രയോ വിദേശികൾ ഇപ്പോൾ തൃശ്ശൂർ തട്ടകത്ത് എത്തിക്കഴിഞ്ഞു. എത്രയോ ദിവസങ്ങൾ മുമ്പ് തൃശ്ശൂരെ എല്ലാ ലോഡ്ജുകളും മാസങ്ങളോളം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ത് കൊണ്ടുവരുന്നു? ഇവിടെ പൂരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കേരളത്തിൽ, 100 കണക്കിന് പൂരങ്ങളുണ്ട്. ഇതുപോലെ മേളമുണ്ട്, ഇതുപോലെ ആനകളുണ്ട്, ഇതിലും കൂടുതൽ വെടിക്കെട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് സമം വയ്ക്കാൻ തൃശ്ശൂർ പൂരം തന്നെയുള്ളൂ. 1000 നാവുള്ള അനന്തന് പോലും ഞാൻ വിശ്വസിക്കണോ ഈ തൃശ്ശൂർ പൂരത്തെ വർണ്ണിക്കാൻ സാധ്യമല്ല. അത്ര വിസ്മയമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഭക്തിയും ആസ്വാദനവും കൂടി ചേരുന്ന ഒരു സ്ഥലം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. അല്ല, ഇത് സംശയമില്ല. ഈ ഭക്തി, ഇതിലിപ്പോൾ എല്ലാവരും ഭക്തി കൂടെയാണോ വെച്ചാൽ എനിക്ക് മുഴുവൻ പറയാൻ വയ്യ. പക്ഷെ ഭക്തിയും നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യം എല്ലാം കൂടി എത്തിച്ചേർന്ന് തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടുത്തെ ഓരോ അണുവിലും ചിട്ടകളുണ്ട്, ഓരോ കാൽവെൽപ്പിനും ചടങ്ങുകളുണ്ട്, ഓരോ കാൽവെൽപ്പിനും ആചാരങ്ങളുണ്ട്. ഇതുപോലെ മറ്റൊരു സ്ഥലത്തും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ 8 ഘടകപൂരങ്ങളാണുള്ളത്. തിരുവമ്പാടി, പാറമേക്കാവ് കൂടാതെ 8 ഘടകപൂരങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇതാ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നട തുറന്നു പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നലെ അത് അനുവാദം ചോദിക്കാൻ നെയ്തലക്കാവിലെ അമ്മ വരണം. ഇതൊക്കെ ചരിത്രം എഴുതി വെച്ചിരിക്കുകയാണ്. ആ ചരിത്രം ഇന്ന് മാറ്റാൻ ആരും തയ്യാറല്ല. ഇനി എത്ര നമ്മൾ പരിഷ്കൃത ലോകത്ത് ജീവിച്ചാലും ആ ചരിത്രം മാറ്റാൻ യുവതലമുറ പോലും തയ്യാറല്ല, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ. ഈ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമല്ല. അതിന് കൂടുതൽ തൃശ്ശൂരെ പോലെ സുരക്ഷ എവിടെയും ഒരുക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ കുറച്ചും പോലെ ആനക്കുട്ടി ഇതേ പോകുന്നുണ്ട്, അതിന് പോലും ഇടച്ചങ്ങലിട്ടിരിക്കണു. അതുമാതിരി വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായും ആനയെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിലായാലും എല്ലാം വളരെ സൂക്ഷ്മം. ഇപ്പോൾ പുതിയ നിയമമൊന്നും വേണ്ട ഈ തൃശ്ശൂർ പൂരത്തിന് നടത്താൻ. തിരുവമ്പാടിക്കും പാറമേക്കാവിൻ്റെ ആവശ്യമില്ല. കാരണം അവർ കാലങ്ങളോളായിട്ട് ആ ചിട്ടയോടുകൂടി നടത്തിയ ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അവർക്കറിയാം ഇത് വലിയൊരു സിറ്റിയുടെ ഉള്ളിലാണ് ഇത്രയും വലിയ ലോക വിസ്മയം നടക്കുന്നവർക്കറിയാം. എന്തെല്ലാം സുരക്ഷ പാലിക്കണമെന്ന് അവർക്കറിയാം. അതെല്ലാം പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ പരവൂരെ ഒരു ദുരന്തം, അത് ദുരന്തം തന്നെയാണ്, സംശയമില്ല. നമ്മൾ അതിനെ ഒരിക്കലും കുറച്ച് കാണാൻ ആഗ്രഹിക്കില്ല. കാരണം ദിവസം വെറുതെ ഓരോ ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കണു. പക്ഷെ നമ്മളത് ആലോചിക്കണം, എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു? അവിടെ നമ്മൾ ഇറങ്ങിച്ചെല്ലണ്ടേ? എന്തുകൊണ്ട് തൃശ്ശൂർ കാലങ്ങളായിട്ട് സംഭവിക്കുന്നില്ല? അപ്പോൾ നമ്മൾ അമിതമായാൽ അമൃതം വിഷം. എല്ലാം വേണ്ട പോലെ ആ ചെട്ടിയോട് കൂടിയിട്ടും 100% സുരക്ഷയോടുകൂടി നടത്തിവെച്ചാൽ അപകടങ്ങൾ ഒഴിവാവും. അല്ലാതെ നാളെ ഇപ്പോൾ വിമാന ദുരന്തം ഉണ്ടാവണം, ഇനി നമ്മൾ വിമാനത്തിലേ കയറില്ല.
വിമാനത്തിൽ കയറിയ ഒരു വിമാനം വീണാൽ മറ്റെല്ലാ വിമാനം വീണോളുന്നില്ലല്ലോ. ഈ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലതവണ ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ പൂരനഗരിയിൽ എത്തുന്ന ഒരാളാണ്. ഈ പണ്ട് കാലത്തെ പൂരവും ഇപ്പോഴത്തെ പൂരവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? വ്യത്യാസം കാലോചിതമായ മാറ്റങ്ങൾ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. അത് തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ചിട്ടയ്ക്കോ അതിന്റെ ആചാരങ്ങൾക്കോ മാത്രം ഇപ്പൊ 218 വർഷമായി എന്നാണ് എന്റെ വിശ്വാസം. ഈ പൂരം ശക്തൻ തമ്പനെ തുടങ്ങി വെച്ചിട്ട് ഇതിലെ ചിട്ടകൾക്കോ ആചാരങ്ങൾക്കോ ഒരു മാറ്റം വന്നില്ല. കാലോചിതമായ പരിഷ്കാരങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ട്. കാലോചിതമായ പരിഷ്കാരം. ഒരു നല്ല അനുഭവം, ഈ ഒരു ഓർത്തിരിക്കാനുള്ള ഒരു അനുഭവം ഈ പൂര അല്ല, ഓർത്തിരിക്കാൻ അനുഭവിച്ചത് ഇവിടുത്തെ ഓരോ അനുഭവവും നമുക്ക് വളരെ സുഖം നൽകുന്ന ഒന്നാണ്. ഇതിൽ ഒന്നിനെ വേറിട്ട് കാണാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നോക്കൂ. ആലവട്ടമായാലും വെഞ്ചാവരമായാലും അമരത്തടമ്പായാലും അതുപോലെ തന്നെ ഇതെല്ലാം ഒരു തവണ ഉപയോഗിക്കുള്ളൂ തൃശ്ശൂർ പൂരത്തിന്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു വെഞ്ചാമരത്തിന് എത്ര റുപ്യ വരെ ഉണ്ടാക്കാൻ, അതുപോലെ ഒരു ആലവട്ടത്തിന്, അതുപോലെ തന്നെ നെറ്റിപ്പത്രത്തിന്, ഇതെല്ലാം പുതിയ സാധനം മാത്രമേ തൃശ്ശൂർ ഉപയോഗിക്കുള്ളൂ. ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം പിന്നെ അടുത്ത കൊല്ലം ഉപയോഗിക്കില്ല. അതൊക്കെ പിന്നെ വാടകയ്ക്കോ മറ്റുള്ള ചെറുപൂരങ്ങളോ മറ്റു പൂരങ്ങളോ കൊണ്ടുപോകും. എല്ലാം നല്ലത് മാത്രമേ തൃശ്ശൂർ ഉപയോഗിക്കുള്ളൂ. എല്ലാം ഒന്നാം തരം മാത്രം. ഒരു കലാസ്വാദനം പോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു പൂരാസ്വാദനം എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് ഒരു നല്ലൊരു സഹൃദയനെ ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയും. അതായത് നമ്മളെല്ലാം ഇത് മനുഷ്യന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണല്ല. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന രംഗം ഓട്ടംതുള്ളലാണ്. ഞാൻ തുള്ളൽ മാത്രമേ കാണുന്നില്ല. ഞാൻ സിനിമാ മേഖലയിലും ഞാൻ സജീവമായിട്ട് ഇടപെടണോ, സീരിയൽ രംഗത്ത് ഞാൻ സജീവമായി ഇടങ്ങണോ, മേള ഞാൻ ആസ്വദിക്കണോ, ആനയെ ഞാൻ ആസ്വദിക്കണോ, വെടിക്കെട്ട് ഞാൻ ആസ്വദിക്കണോ, പഞ്ചവാദ്യം ഞാൻ ഇതെല്ലാം മനുഷ്യനാണോ, മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കണേ. അത്രയും സമയം നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് അനുഭവിക്കണേ ഒരു സഹൃദയനാവണം. ഈ ഓട്ടം തുള്ളലിലേക്ക് ഈ ഒരു പൂരത്തിന്റെ അംശത്തെ കൊണ്ടുവരാൻ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ അത്ര ഐഡിയ ഓർത്തില്ല. ഞാൻ നിരന്തരം എല്ലാ വർഷവും നിങ്ങളുടെ ചാനലുകാരെ എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ ഇവിടെ വരാറുണ്ട്. ഇതെനിക്ക് തോന്നി എൻ്റെ സംഭാവന, എൻ്റെ പ്രവർത്തന മേഖല തുള്ളലാണ്. അപ്പം നല്ലൊരു തുള്ളൽ, ഇതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട് ശരിക്കും എഴുതാൻ ഈ തൃശ്ശൂർ പൂരത്തിന്. ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുള്ളൽ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത കൊല്ലം തേത്തൊക്കെ ഗോപുരനടയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അന്ന് ഞാൻ തീർച്ചയായിട്ടും തുള്ളൽ, തൃശ്ശൂർ പൂരം എന്നൊരു തുള്ളൽ തന്നെ അവതരിപ്പിക്കാൻ എനിക്ക് മോഹമുണ്ട്. അത് വേണമെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസം തന്നെ നമുക്കിവിടെ ഒരു അവതരണം പോലെ അവതരിപ്പിക്കാം. കാരണം ചാനലുകാർക്കൊക്കെ അത് വലിയൊരു ചാകരയായിരിക്കും. ശരിക്കും അതിന് ഏറ്റവും സാധ്യത തുള്ളലിനാണുള്ളത്. അപ്പോൾ ഞാൻ അത് ആലോചിക്കുന്ന നല്ലൊരു കവികളെ ഈ തൃശ്ശൂർ പൂരമായിട്ട് അറിയാവുന്ന നല്ല ചൊവ്വല്ലൂരിനെ പോലെയുള്ള ആരെങ്കിലും നമ്മൾ സമീപിച്ചിട്ട് ഒരു തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് തുള്ളൽ തയ്യാറാക്കി തന്നെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. അടുത്ത പോലെ നമുക്ക് ചാനലിൽ കൂടെ അത് കേൾക്കുകയും ചെയ്യാം. എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ആവേശത്തിലാണ് ഈ പൂരനഗരി എന്നുള്ളത്. എന്തായാലും ഇനിയും ഘടകപൂരങ്ങൾ എത്താനുണ്ട്. അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം, അതുപോലെ തന്നെ വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയ എല്ലാം ഇനി നടക്കാനുണ്ട്. ആ ഒരു മണിക്കൂറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പൂരനഗരിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഈ ശക്തന്റെ തട്ടകം പൂരലഹരിയിലായി കഴിഞ്ഞു എന്ന് തന്നെ വേണം ഇപ്പോൾ നമുക്ക് പറയാൻ. അപർണ, പൂരനഗരിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഇനി വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുക. പൂരത്തിന്റെ ആവേശമായ ഇലഞ്ഞിത്തറ മേളം, അതുപോലെ തന്നെ പഞ്ചവാദ്യം, വെടിക്കെട്ട് തുടങ്ങിയ ചടങ്ങുകളെല്ലാം, കുടമാറ്റം തുടങ്ങിയവയെല്ലാം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമാണ് പൂരം അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിക്കുകയെന്ന് തന്നെ പറയാം. ഏതായാലും പൂരത്തിന്റെ വാർത്തകളും വിശേഷങ്ങളും തുടർന്നും ഇന്ന് പൂരത്തിന്റെ തത്സമയ വിവരണങ്ങളുമായി, ദൃശ്യങ്ങളുമായി മീഡിയ വൺ ഉണ്ടാവും പ്രേക്ഷകർക്കൊപ്പം. പൂരനഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ടോബി ജോൺസൺ നൽകിയത്. പൂരത്തിന്റെ ലഹരിയിലേക്ക് തൃശ്ശൂർ നഗരം മാറിക്കഴിഞ്ഞു. ടോബി, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും തന്നെയാണ് രാവിലെ വരുന്നത്. ഇനിയിപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് എത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം ചടങ്ങുകളിലേക്ക് വരിക. എപ്പോഴായിരിക്കും പ്രധാനപ്പെട്ട ചടങ്ങുകൾ തുടങ്ങുക? എന്തൊക്കെയാണ് വിവരങ്ങൾ?
അപർണ, ഏകദേശം 11:30 കൂടിയാണ് പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത് നടക്കുന്നത്. അതിനുശേഷം തിരുവമ്പാടി വിഭാഗം 12 മണിയോടുകൂടിയും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇനി നടക്കാനുള്ളത്. അവർ എത്തിയതിനു ശേഷമാകും ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം 2 മണിയോടുകൂടിയാണ് ഈ ഇലഞ്ഞിത്തറ മേളം നടക്കുക. അതിനുശേഷമാണ് തെക്കോട്ടിറക്കം നടക്കുന്നത്. ഇരുവിഭാഗവും തെക്കോട്ടിറക്കി മുഖാന്തരമായി നിന്നുകൊണ്ട് ഏകദേശം 6 മണിയോടുകൂടി തന്നെ കുടമാറ്റം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം രാത്രി അല്ലെങ്കിൽ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വർണ്ണാഭമായിട്ടുള്ള വെടിക്കെട്ട് നടക്കാനുള്ളത്. ഇനി ആചാരപരമായിട്ടുള്ള ചില ചടങ്ങുകളാണ് നടക്കേണ്ടതുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും തട്ടകങ്ങളിൽ നിന്നും പൂരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തേണ്ടതുണ്ട്. വടക്കുന്നാഥ സന്നിധിയിലെത്തി വടക്കുന്നാഥനെ വണങ്ങാണ്ട ഒരു ആചാരപരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാനുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് വേണം പറയാൻ. എന്തായാലും പൂരനഗരി ആവശ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏകദേശം 11:30 തന്നെ ഈ ചടങ്ങുകളിലേക്കെല്ലാം കടക്കും. പഞ്ചവാദ്യവും അതുപോലെ തന്നെയുള്ള വാദ്യഘോഷ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. പെരുവനം കുട്ടന്മാരാർ തന്നെയാണ് ഇത്തവണയും ഇലഞ്ഞിത്തറ മേളത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പൂരപ്രേമികൾ അല്ലെങ്കിൽ പൂരാസ്വാദകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പൂരനഗരിയിലെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പൂരനഗരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. തൃശൂർ നഗരം ഇന്ന് മുഴുവൻ പൂരത്തിന്റെ വിശേഷങ്ങൾ